മുല്ലശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്നും രണ്ടാം തവണ ജനവിധി തേടുകയാണ് നൃത്താധ്യാപിക ശ്രീദേവി. 2020-ൽ 10-ാം വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായതിന്റെ അനുഭവം കൈമുതലാക്കിയാണ് ഇത്തവണ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. 4 പതിറ്റാണ്ടായി നൃത്തവിദ്യാലയം നടത്തുന്ന ഇവർ നിരവധി സ്ഥലങ്ങളിൽ ക്ലാസുകൾ നടത്തുന്നുണ്ട്. 2000-ലേറെ ശിഷ്യസമ്പത്തുള്ള ടീച്ചർ ശ്രീനാരായണ നൃത്തമന്ദിരത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. ഉപജില്ലാ, ജില്ലാ, സ്കൂൾ കലോത്സവങ്ങളിൽ ടീച്ചറുടെ ശിഷ്യർ ട്രോഫികൾ വാരിക്കൂട്ടുന്നതും പതിവാണ്. ഞാനൊരു നൃത്ത അധ്യാപികയാണ്. 40 വർഷക്കാലമായി ഞാൻ നൃത്താധ്യാപകന രംഗത്ത് സജീവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വന്നതിന് ശേഷം നമ്മൾക്ക് ഒരുപാട് പഞ്ചായത്തിൻ്റെ ആയാലും ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ ജനകീയാസൂത്രണത്തിൻ്റെയും എല്ലാ പദ്ധതികളും അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ എഴുതാനും അതിൽ കൂടെയാണ് നമ്മൾ പഞ്ചായത്തുമായിട്ട് കൂടുതൽ ഇടപഴകാനും പൊതു കാര്യങ്ങൾക്ക് എത്തിപ്പെടുന്നത്. UDF സ്ഥാനാർത്ഥിയായി ലിസി പോൾ, BJP സ്ഥാനാർത്ഥിയായി ദിൻഷ നിജേഷ് എന്നിവരും വാർഡിൽ സജീവമാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാണെങ്കിലും ഇരുവരുടെയും കന്നി അംഗമാണ് 11-ാം വാർഡിലേത്.